നടിയെ ആക്രമിച്ച കേസിലെ ശിക്ഷാവിധി ദിനത്തിലും നിറഞ്ഞു നിന്നത് നാടകീയത. സമൂഹത്തിന് വേണ്ടിയാണോ വിധി എഴുതേണ്ടത് എന്ന് പ്രോസിക്യൂഷനോട് കോടതി ചോദിച്ചു. യഥാർത്ഥ കുറ്റവാളി മറഞ്ഞിരിപ്പുണ്ടെന്ന പ്രോസിക്യൂഷൻ. വാദത്തിനിടെ രണ്ടാം പ്രതി മാർട്ടിൻ ആന്റണിയും ആറാം പ്രതി പ്രദീപും പൊട്ടിക്കരഞ്ഞു. കേരളം കാത്തിരുന്ന വിധിദിനം. രാവിലെ 8 മണിയോടെ വിയൂർ സെൻട്രൽ ജയിലിൽ നിന്ന് പൾസർ സുനി ഉൾപ്പെടെയുള്ള 6 പ്രതികളെ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ എത്തിച്ചു. കൃത്യം 11 മണിക്ക് തന്നെ ശിക്ഷാവിധിയിലുള്ള വാദം ആരംഭിച്ചു. അതിനു മുൻപ് കോടതിയുടെ മുന്നറിയിപ്പ്. പല ഘട്ടങ്ങളിൽ പലതും നൽകി. കോടതി നടപടികൾ വളച്ചൊടിച്ചാൽ നടപടിയെടുക്കേണ്ടി വരുമെന്ന് ജഡ്ജി ഹണി എം വർഗീസ്. ആദ്യം വാദം ആരംഭിച്ചത് പ്രോസിക്യൂഷൻ. ശിക്ഷയുടെ കാര്യത്തിൽ വേർതിരിവ് പാടില്ലെന്നും എല്ലാവർക്കും പരമാവധി ശിക്ഷയായ ജീവപര്യന്തം നൽകണമെന്നും പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടു. കൂട്ടബലാത്സംഗത്തിൽ വാദം നടന്നു. യഥാർത്ഥത്തിൽ കുറ്റം ചെയ്തത് 1-ാം പ്രതിയെന്ന് കോടതി. 2 മുതൽ 6 വരെയുള്ള പ്രതികൾ സഹായിച്ചില്ലെങ്കിൽ ഇത് നടക്കില്ലായിരുന്നുവെന്ന് പ്രോസിക്യൂഷൻ. പിന്നീട് ശിക്ഷയിൽ ഇളവ് വേണമെന്ന് പ്രതികളുടെ വാദം. അമ്മ മാത്രമേ ഉള്ളൂവെന്ന് പൾസർ സുനി. അതിക്രൂരമായ കുറ്റകൃത്യം നടന്നിട്ടില്ലെന്ന് പൾസർ സുനിയുടെ അഭിഭാഷകൻ. ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് 2-ാം പ്രതി മാർട്ടിൻ. കുടുംബം ദുരവസ്ഥയിലാണെന്ന് 3-ാം പ്രതി മണികണ്ഠൻ. ഒരു പെറ്റി കേസ് പോലുമില്ല, വടിവാളെന്ന പേര് നൽകിയത് പോലീസ് എന്ന് സലീം. ജോലി കഴിഞ്ഞ് വീട്ടിൽ പോവുകയായിരുന്നുവെന്ന് കരഞ്ഞുകൊണ്ട് പ്രദീപ്. നാട് തലശ്ശേരിയായതുകൊണ്ട് കണ്ണൂർ ജയിലിലേക്ക് മാറ്റണമെന്ന് 4-ാം പ്രതി വിജീഷ്. എല്ലാം കേട്ട കോടതി വിധി പറയാൻ ഉച്ചയ്ക്ക് 3:30 മാറ്റി. വിധി പ്രസ്താവന ആരംഭിച്ചത് 4:30. സുപ്രീം ഡിഗ്നിറ്റി ഓഫ് എ വുമൺ എന്ന് കോടതി. അതിജീവിതയുടെ നിസ്സഹായാവസ്ഥ പരിഗണിക്കേണ്ടതല്ലേ എന്ന് കോടതി. ഇതിനിടെ സമൂഹത്തിന് വേണ്ടിയാണോ വിധി എഴുതേണ്ടതെന്ന് പ്രോസിക്യൂഷനോട് കോടതി ചോദിച്ചു. യഥാർത്ഥ കുറ്റവാളി മറഞ്ഞിരിപ്പുണ്ടെന്ന് പ്രോസിക്യൂഷൻ. ഇങ്ങനെ 1.5 മണിക്കൂറോളം നീണ്ട വാദങ്ങൾക്കൊടുവിലാണ് കേരളത്തെ ഞെട്ടിച്ച നടിയെ ആക്രമിച്ച കേസിൽ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി വിധി പറഞ്ഞത്. 24 കൊച്ചി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.